നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ റമദാനിൽ എല്ലാത്തരം സംഭാവനകളും പണമായി നൽകുന്നതിന് സാമൂഹികകാര്യ മന്ത്രാലയത്തിന്റെ വിലക്ക്. ചാരിറ്റബിൾ സംഘടനകൾ ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികളിലേക്ക് മാറണമെന്ന് മന്ത്രാലയം. വിവാഹത്തിനു മുൻപ് വൈദ്യപരിശോധന നിർബന്ധമാക്കിയ നിയമത്തിന്റെ വിശദ വിവരങ്ങൾ പുറത്തിറക്കി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. നിയമം പ്രാബല്യത്തിൽ വരിക ഏപ്രിൽ 1 മുതൽ. വൈദ്യപരിശോധന നടത്തേണ്ടത് ആരോഗ്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേന്ദ്രങ്ങളിൽ. സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാമിന്റെ ഭാഗമായി UAE-യിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു. റാങ്കിംഗ് നൽകുന്നത് കാര്യക്ഷമതയും നടപടിക്രമങ്ങളിലെ വേഗതയും കണക്കാക്കി. വിവിധ വികസന പദ്ധതികൾ പൂർത്തിയാക്കിയതിലൂടെ ദുബായിലെ റോഡ് ഗതാഗതം കൂടുതൽ മെച്ചപ്പെട്ടുവെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഗതാഗത കുരുക്കിന് 60% കുറവുണ്ടായെന്ന് വിലയിരുത്തൽ. ഈ വർഷം 75 ഇടങ്ങളിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ദുബായ് RTA. കുവൈറ്റിൽ ദേശീയ ദിനാഘോഷങ്ങളുടെ മുന്നോടിയായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ആഭ്യന്തര മന്ത്രാലയം. അതിരുവിട്ട ആഘോഷ പ്രകടനങ്ങൾ പാടില്ല. പ്രധാന റോഡുകളിലും പ്രത്യേക സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനം. സാധിക്കാത്ത അനന്തതയാണ് ജീവിതത്തിൻ്റെ അർത്ഥം. അതുമായി ശ്രുതിയേൽക്കാനും പൊരുത്തപ്പെടാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. ഉള്ളിലെ സ്നേഹത്തെ ഉറവ കണ്ടെത്തുക, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, അങ്ങനെ ത്യാഗവും നിസ്വാർത്ഥവും വളർത്തുക. ഈ വിധത്തിൽ ശ്രുതി ചേർക്കുമ്പോൾ ജീവിതം സുന്ദരവും ശ്രുതിമധുരമായ ഒരു സംഗീതം പോലെ നമുക്കും മറ്റുള്ളവർക്കും സുഖകരമായ അനുഭവമായി തീരും. ജീവിതം സുന്ദരമാക്കാൻ ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ കണ്ടെത്തണമെന്നും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ എളിമ ശീലിക്കണമെന്നും കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ അമ്മ. ബ്രഹ്മസ്ഥാന മഹോത്സവം സമാപനത്തിലേക്ക്. കുവൈറ്റിൽ റമദാനിൽ എല്ലാത്തരം സംഭാവനകളും പണമായി നൽകുന്നതിന് സാമൂഹികകാര്യ മന്ത്രാലയം വിലക്കേർപ്പെടുത്തി. ചാരിറ്റബിൾ സംഘടനകൾ ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികളിലേക്ക് മാറണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് അയച്ച സർക്കുലറിലാണ് ഈ പുതിയ നിർദ്ദേശം. ഈ പുതിയ നിർദ്ദേശപ്രകാരം ലൈസൻസ് ഉള്ള ഇലക്ട്രോണിക് ചാനലുകൾ വഴി മാത്രമേ സംഭാവന സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ കെനറ്റ് സേവനങ്ങൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ബാങ്ക് കിഴിവുകൾ, സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾ, ഇലക്ട്രോണിക് കളക്ഷൻ ഉപകരണങ്ങൾ, ടെലികോം കമ്പനി ടെക്സ്റ്റ് മെസ്സേജ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ചാരിറ്റികൾക്ക് അവരുടെ ഓഫീസുകളിലോ പൊതുസ്ഥലങ്ങളിലോ പണമായി സംഭാവനകൾ സ്വീകരിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഷോപ്പിംഗ് മാളുകൾ, പൊതു സ്ക്വയറുകൾ തുടങ്ങി സ്ഥലങ്ങളിൽ സംഭാവനകൾ ശേഖരിക്കുന്നതിന് ചാരിറ്റബിൾ സംഘടനകൾ മുൻകൂർ അനുമതി തേടണമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് ധനസമാഹരണ സ്ഥലങ്ങളും മന്ത്രാലയം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ നടപടികൾക്ക് പുറമെ വിദേശ സംഭാവനകളുടെ മേൽനോട്ടം മന്ത്രാലയം കർശനമാക്കി. വിദേശത്തു നിന്നും അയക്കുന്ന ഏതൊരു ഫണ്ടിനും മുൻകൂർ അനുമതി ആവശ്യമാണ്. സംഭാവനകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കുവൈറ്റിൻ്റെ പബ്ലിക് ബെനിഫിറ്റ് അസോസിയേഷൻ നിയമത്തിന് അനുസൃതമാണിത്. ശരിയായ ട്രാക്കിങ്ങും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിന് മന്ത്രാലയം അംഗീകരിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി ചാരിറ്റബിൾ ഫണ്ട് ശേഖരിക്കണമെന്നും പുതിയ നിയന്ത്രണങ്ങൾ അനുശാസിക്കുന്നു. ഓരോ സ്ഥാപനവും ധനസമാഹരണത്തിന് ഉത്തരവാദികളായ വ്യക്തികളുടെ പേരുകൾ സമർപ്പിക്കണം. മേൽനോട്ടവും സുതാര്യതയും ഉറപ്പാക്കാൻ ഈ വ്യക്തികൾക്ക് തിരിച്ചറിയൽ കാർഡുകളും നൽകും. കൂടാതെ എല്ലാ സംഭാവന ഇടപാടുകളും രേഖപ്പെടുത്തിയിരിക്കണം. സ്വർണമോ വെള്ളിയോ നൽകുന്ന ഏതൊരു സംഭാവനയ്ക്കും ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾ ഒരു വിൽപ്പന ഇൻവോയ്സ് നൽകേണ്ടതിനോടൊപ്പം അവയുടെ മൂല്യം പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ റമദാൻ അവസാനിച്ചതിന് ശേഷം 1 മാസത്തിനുള്ളിൽ ചാരിറ്റികൾ സമഗ്രമായ ഒരു സാമ്പത്തിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ലഭിക്കുന്ന എല്ലാ സംഭാവനകളുടെയും വിശദ വിവരങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുടെ ഭരണപരമായ സംഗ്രഹവും ഇതിൽ ഉൾപ്പെടുന്നു. പണസംഭാവനകളുടെ സുരക്ഷയും ഫണ്ടുകളുടെ ദുരുപയോഗ സാധ്യതയും കുറിച്ചുള്ള ആശങ്കകളെ തുടർന്നാണ് ഈ നീക്കം. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്.
കുവൈറ്റിൽ വിവാഹത്തിനു മുൻപ് വൈദ്യപരിശോധന നിർബന്ധമാക്കിയ നിയമത്തിന്റെ വിശദ വിവരങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. ഏപ്രിൽ 1 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരിക. ഇത് പ്രകാരം വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഇരു കക്ഷികളും HIV, ഹെപ്പറ്റൈറ്റിസ് B, C, D, സിഫിലിസ്, പാരമ്പര്യ രക്തരോഗങ്ങൾ, തെലസീമിയ, അനീമിയ എന്നീ രോഗങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം. ഇതിനു പുറമെ പൊതുതാൽപര്യപ്രകാരം മറ്റേതെങ്കിലും രോഗങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ ആരോഗ്യമന്ത്രിക്ക് അധികാരമുണ്ടായിരിക്കും. ആരോഗ്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേന്ദ്രങ്ങളിൽ വെച്ചാണ് വൈദ്യപരിശോധന നടത്തേണ്ടത്. പരിശോധനാ ഫലങ്ങൾ പ്രതികൂലമായിട്ടും ഇരു കക്ഷികളും വിവാഹത്തിൽ ഏർപ്പെടുവാൻ താൽപര്യപ്പെടുകയാണെങ്കിൽ മെഡിക്കൽ പരിശോധനാ കേന്ദ്രത്തിലെ വിദഗ്ധ ഡോക്ടർ ഇരു കക്ഷികൾക്കും ആവശ്യമായ വൈദ്യോപദേശം നൽകും. ഇതിനു പുറമെ ഇരുവരും ആരോഗ്യ മന്ത്രാലയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്യണം. വിവാഹം ആധികാരികമാക്കുന്നതിന് നീതിന്യായ മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ സത്യവാങ്മൂലത്തിന്റെ ഓരോ പകർപ്പുകളും ഇരു കക്ഷികൾക്കും നൽകും. പുതിയ കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെന്റർ ഉടൻ തുറക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി. വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്കുള്ള രോഗനിർണയ ചികിത്സാ സാങ്കേതിക വിദ്യകളുടെ മേഖലയിലെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വികാസങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനുള്ള മന്ത്രാലയത്തിന്റെ താൽപര്യം അദ്ദേഹം വ്യക്തമാക്കി. ഇമേജ് ഗൈഡഡ് റേഡിയേഷൻ തെറാപ്പി, കമ്പ്യൂട്ട് ടോമോഗ്രഫി, മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ്, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി തുടങ്ങിയ ഏറ്റവും പുതിയ ഡയഗ്നോസ്റ്റിക് റേഡിയോ തെറാപ്പി ഉപകരണങ്ങളുമായി സജ്ജീകരിച്ചിരിക്കുന്ന പുതിയ കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെന്റർ തുറക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കാര്യക്ഷമതയും നടപടിക്രമങ്ങളിലെ വേഗതയും കണക്കാക്കി റാങ്കിംഗ് നൽകുന്ന സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാമിന്റെ ഭാഗമായി UAE-യിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു. 2023 മുതലാണ് സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാം UAE നടപ്പാക്കി തുടങ്ങിയത്. ഏറ്റവും മികച്ചതും മോശവുമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച UAE-യിലെ സർക്കാർ സ്ഥാപനങ്ങളേതെന്ന വിശദാംശങ്ങൾ പുറത്തുവിട്ടു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും പ്രവർത്തന മികവും കണക്കാക്കിയുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ വകുപ്പുകളാണ് മികവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്. എമിറേറ്റ്സ് പോസ്റ്റ്, ജനറൽ പെൻഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി അതോറിറ്റി, മിനിസ്ട്രി ഓഫ് സ്പോർട്സ് എന്നീ വകുപ്പുകൾ മോശം പ്രകടനത്തോടെ അവസാന സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രകടനം വിലയിരുത്തി റാങ്ക് നിശ്ചയിക്കുന്നത്. ബ്യൂറോക്രസി എന്നത് ചെറിയ കാര്യങ്ങളെ ബുദ്ധിമുട്ടേറിയതാക്കുന്നതും സർഗാത്മകതയെ തടസ്സപ്പെടുത്തുന്നതുമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. ബ്യൂറോക്രസി റിസൾട്ടിനേക്കാൾ നടപടിക്രമങ്ങൾക്കും സേവനം നൽകുന്നതിനേക്കാൾ പേപ്പർ വർക്കുകൾക്കും പ്രാധാന്യം നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ധീരവും ആത്മാർത്ഥതയുമുള്ള പ്രവർത്തനങ്ങളിലൂടെ വർഷങ്ങളായി രൂപം കൊണ്ട കാര്യക്ഷമതയില്ലാത്ത സംവിധാനങ്ങൾ തകർക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ സ്ഥാപനങ്ങളിലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, അനാവശ്യ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ അവസാനിപ്പിക്കുക, പൊതുജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ 2023 UAE സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാം നടപ്പിലാക്കി തുടങ്ങിയത്. അമൃത ന്യൂസ്, ദുബായ്. വിവിധ വികസന പദ്ധതികൾ പൂർത്തിയാക്കിയതിലൂടെ ദുബായിലെ റോഡ് ഗതാഗതം കൂടുതൽ മെച്ചപ്പെട്ടുവെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നഗരത്തിലെ 50ഓളം ഇടങ്ങളിലെ ഗതാഗത തിരക്കിൽ 60% കുറവുണ്ടായെന്നാണ് വിലയിരുത്തൽ. റോഡ് കപ്പാസിറ്റി 20% വർദ്ധിപ്പിക്കുവാനും സാധിച്ചു. 37 സ്കൂൾ സോണുകളിലെ റോഡ് വികസനവും കഴിഞ്ഞ വർഷം പൂർത്തിയാക്കി. ഈ വർഷം 75 ഇടങ്ങളിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും ദുബായ് RTA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണമേന്മയിലും സുസ്ഥിര യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലും ലോകത്തിലെ മികച്ച നഗരങ്ങളിൽ ഒന്നായി ദുബായിയെ നിലനിർത്തുകയാണ് ലക്ഷ്യമെന്നും ദുബായ് RTA വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ ദേശീയ ദിനാഘോഷങ്ങളുടെ മുന്നോടിയായി ആഭ്യന്തര മന്ത്രാലയം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും. ഖൈറാൻ, വഫ്ര, കബ്ദ, സബിയ, ജാബർ ബ്രിഡ്ജ്, അബ്ദാലി ഫാംസ്, അൽ ഖലീജ്, അൽ അറബി സ്ട്രീറ്റ് തുടങ്ങി നിരവധി പ്രദേശങ്ങളിലും പ്രധാന റോഡുകളിലും പ്രത്യേക സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുവാനും അതിരുവിട്ട ആഘോഷ പ്രകടനങ്ങൾ നടത്തുന്നവർക്കെതിരെ വാഹനം പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും പ്രത്യേക പദ്ധതിയാണ് മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അപകടങ്ങളും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഗണ്യമായി കുറയ്ക്കുവാൻ സഹായകമായി. ഇതേ മാതൃകയിൽ തന്നെയായിരിക്കും ഇത്തവണയും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ക്രമീകരിക്കുക. കലാകായിക, സിനിമ, സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള അന്താരാഷ്ട്ര ഗന്ധടഗുഡി പുരസ്കാര സമർപ്പണം ഫെബ്രുവരി 16 ദുബായ് മിലേനിയം പ്ലാസ ഹോട്ടലിൽ നടക്കും. ദുബായിലെ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന പ്രീ ലോഞ്ച് പരിപാടിയിൽ കർണാടകയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. ദുബായ് പോലീസ് മേജർ അമർ
അൽ മർസൂഖി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വീഡിയോ സന്ദേശവും പ്രദർശിപ്പിച്ചു. മൈസൂർ രാജകുടുംബാംഗം, മന്ത്രിമാർ, എംപിമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. കർണാടക സംഗീതജ്ഞൻ വി ഹരികൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടിയും ഉണ്ടായിരിക്കും. വനിതകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത മോംസ് ആൻഡ് വൈഫ്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ദുബായിൽ നടന്ന ചടങ്ങിൽ അവതരിപ്പിച്ചു. മദ്ജർ ഗ്രൂപ്പ് സിഇഒ മുഹമ്മദ് ദിൽഷാദാണ് പദ്ധതി അവതരിപ്പിച്ചത്. സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാനും വരുമാനം കണ്ടെത്താനും സഹായിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് മോംസ് ആൻഡ് വൈഫ്സ്. കുക്കറി, ക്രാഫ്റ്റിംഗ്, ഡാറ്റ എൻട്രി, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ കഴിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള അവസരം ഈ പ്ലാറ്റ്ഫോം സ്ത്രീകൾക്ക് നൽകുന്നുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നടി നവ്യ നായർ, RJ ഫസ്ലു, നേഹ, അജ്മൽ ഖാൻ, ജുമൈല എന്നിവർ ചേർന്ന് ലോഗോ പ്രകാശനം നടത്തി. സാമൂഹ്യ വ്യവസായ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണനെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അനന്തുവിനെ NGO കോൺഫെഡറേഷൻ ഓഫീസിലും മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുത്തു. കേസിൽ ലാലി വിൻസെന്റിന് പങ്കില്ലെന്നും BJP നേതാവ് AN രാധാകൃഷ്ണന്റേത് നടത്തിപ്പ് ഏജൻസി മാത്രമായിരുന്നുവെന്നും അനന്തു പറഞ്ഞു. കൊച്ചിയിലെ ഓഫീസിലെ 3 ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു. തട്ടിപ്പിലൂടെ ലഭിച്ച പണമുപയോഗിച്ച് അനന്തകൃഷ്ണൻ സ്വന്തം സ്ഥാപനങ്ങൾ രൂപീകരിച്ചെന്നും ഈ സ്ഥാപനങ്ങളിലൂടെ കോടിക്കണക്കിന് പണം മറച്ചുവെച്ചെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യൽ ബി എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണത്തിനൊരുങ്ങിയാണ് പോലീസ്. പണം സോഷ്യൽ ബിയുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. സ്ഥാപനം രൂപീകരിച്ചത് അനന്തകൃഷ്ണന്റെയും രാധാകൃഷ്ണൻ എന്നയാളുടെയും പേരിലാണ്. കനത്ത പോലീസ് സുരക്ഷയിലാണ് അനന്തുവിനെ തെളിവെടുപ്പിനായി കൊച്ചിയിലെത്തിച്ചത്. NGO കോൺഫെഡറേഷൻ ഓഫീസിലെ തെളിവെടുപ്പിന് ശേഷം മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുത്തു. കേസിൽ ലാലി വിൻസിന് പങ്കില്ലെന്ന് അനന്തു പറഞ്ഞു. പണം മറച്ചുവെച്ചതെങ്ങനെയെന്നും ഇതിനുവേണ്ടി ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടുകൾ ആരുടേതെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അനന്തു വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഓഫീസിലെ 3 ജീവനക്കാരെയും ചോദ്യം ചെയ്തത്. അമൃത ന്യൂസ്, കൊച്ചി. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പറവൂരിൽ പരാതി പെരുമഴ. 100 കണക്കിന് ആളുകളാണ് പരാതികളുമായി ഇന്നും പറവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇരയാക്കപ്പെട്ടവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. വനിതകൾക്കായി 50% സാമ്പത്തിക സഹായത്തോടെ ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം എന്ന പരസ്യം കണ്ടാണ് 100 കണക്കിന് ആളുകൾ എത്തിയത്. ജനസേവാ സമിതി ട്രസ്റ്റാണ് പറവൂരിലെ പരസ്യത്തിന് പിന്നിൽ. 56,000 മുതൽ 60,000 രൂപ വരെയായിരുന്നു സ്കൂട്ടർ ലഭിക്കാനായി അടയ്ക്കേണ്ടത്. ഹാൻഡ്ലിംഗ് ചെലവായി 2,000 രൂപ കൂടി അടച്ചാണ് ഓരോരുത്തരും വണ്ടി കിട്ടാൻ കാത്തിരുന്നത്. ഗഡുക്കളായി അടയ്ക്കാൻ അനുവദിക്കാത്തതിനാൽ ലോൺ എടുത്തും സ്വർണം പണയം വെച്ചുമാണ് പലരും പണമടച്ചത്. ഞാൻ ഞങ്ങളുടെ വാർഡിലൊരു പരസ്യം കണ്ടിട്ടാണ് ഇതിനകത്ത് പണം അടയ്ക്കുന്നത്. തവണകൾ അടയ്ക്കാൻ പറ്റാത്തവർ പണയം വെച്ചിട്ടായാലും അടച്ചോളൂ എന്ന് അവരുടെ വോയിസ് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. തട്ടിപ്പ് വാർത്ത പുറത്തായതോടെ ഇരയാക്കപ്പെട്ടവർ ട്രസ്റ്റിന്റെ ഓഫീസിലെത്തി. പണം മടക്കി നൽകാമെന്നായിരുന്നു മറുപടി. എന്നാൽ സംഗതി പോലീസ് കേസായതിനാൽ അതിനി നടക്കില്ല. അപ്പം ഞങ്ങൾ ഇത് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് തന്ന പേപ്പറാണിത്. ട്രസ്റ്റിൻ്റെ ജനസേവ ട്രസ്റ്റിൽ നിന്ന് പോയിട്ട് ഫോം വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോയി ചെന്നപ്പോഴേക്കും അവിടെ പോലീസ് അടച്ച് ഞങ്ങളെ കയറ്റിയില്ല. ജില്ലയ്ക്ക് പുറത്തു നിന്നടക്കം നിരവധി ആളുകളാണ് പറ്റിക്കപ്പെട്ടത്. തൊടുപുഴയുണ്ട്, കുമ്പളങ്ങിയുണ്ട്, അങ്ങനെ ലോങ് ഏരിയ എന്നുള്ള കുറേ ആൾക്കാർ പെട്ടിട്ടുണ്ട്. അതായത് ഈ ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്ത് കിട്ടിയിട്ടാണ് ഈ സാധനം കൂടുതൽ ആൾക്കാർ എടുത്തോണം. അതിൽ ഗ്രൂപ്പ് ഷെയർ ചെയ്യുമ്പോൾ മെയിനായിട്ടും എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന ഫോട്ടോസ് എല്ലാം മൃഗമ്മമാർ പറ്റായി പറഞ്ഞിട്ട് മന്ത്രിമാർ, MLA മാർ, പോലീസുകാർ ഇവരൊക്കെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സാധാരണക്കാർ ഇങ്ങനെ അവിടെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്കും കിട്ടും എന്ന് കരുതിക്കൊണ്ടാണ് ഈ കാശ് കൊടുക്കുന്നത്. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരാതിയും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇരയാക്കപ്പെട്ടവരുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. പകുതി വില തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ കേസെടുത്തു. പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത്. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് CN രാമചന്ദ്രനെ പ്രതി ചേർത്തത്. കേസിലെ 3ാം പ്രതിയാണ് CN രാമചന്ദ്രൻ. ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം KSSന്റെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ്. മണിപ്പൂർ മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് രാജിവെച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു രാജി. നാളെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് രാജിപ്രഖ്യാപനം. ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ BJPയിൽ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. അമിത്ഷായുടെ വസതിയിൽ നേതാക്കളുടെ യോഗം ചേർന്നു. പർവേഷ് വർമ്മയുടെ പേരാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. എങ്കിലും മറ്റു നേതാക്കളും ചർച്ചയിലുണ്ട്. അമ്മ അനന്തപുരിയിൽ.
അമൃതോത്സവ നിറവിൽ അനന്തപുരി. തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷിക മഹോത്സവം തുടരുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലാണ് അമൃതോത്സവം. അനന്തപുരിയിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ രണ്ടാം ദിനത്തിലും മക്കളും ശിഷ്യരും ചേർന്ന മന്ത്രധ്വനികളോടെയാണ് കൈമനം ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിലേക്ക് വരവേറ്റത്. രാവിലെ 11 മണിയോടെ അമ്മ വേദിയിലെത്തി. തുടർന്ന് പൗരപ്രമുഖർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, സംഗീതജ്ഞ പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി, മുൻ മന്ത്രി VS ശിവകുമാർ, ഗവേഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീജിത്ത് പണിക്കർ, അമൃത TV ബിസിനസ് ഹെഡ് R ശിവകുമാർ, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ തുടങ്ങി ഒട്ടേറെ പേർ അമ്മയെ ഹാരമണിയിച്ചു. ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് രണ്ടാം ദിനത്തിൽ മഹോത്സവം ആരംഭിച്ചത്. തുടർന്ന് മഹാരാഹുപൂജയും നടത്തി. ആയിരങ്ങൾ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി 5000-ലേറെ അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങൾക്ക് അമ്മ സാരിയും പ്രവർത്തന മൂലധനവും നൽകി. രണ്ടാം ദിനവും അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ധ്യാനവും ഭക്തി നിർഭരമായ ഭജനയും ഉണ്ടായിരുന്നു. ഭജനയ്ക്ക് ശേഷം അമ്മ ഭക്തർക്ക് ദർശനവും നൽകി. അമ്മയുടെ ദർശനത്തിനായി ഒട്ടേറെ ഭക്തരാണ് രണ്ടാം ദിനവും എത്തിയത്. 2 ദിവസങ്ങളിലായാണ് കൈമനം അമൃതോത്സവം നടത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജീവിതം സുന്ദരമാക്കാൻ ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ കണ്ടെത്തണമെന്നും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകണമെങ്കിൽ എളിമ ശീലിക്കണമെന്നും അമ്മ പറഞ്ഞു. കൈമനം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 2ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. നമ്മളെല്ലാം ജീവിതത്തിന് പലതരത്തിലുള്ള കാഴ്ചപ്പാടും വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. ചില മക്കൾ പറയും കടൽ പോലാണ് ജീവിതം, ചില മക്കൾ പറയും കവിത പോലാണ് ജീവിതം, ചില മക്കൾ പറയും ഒരു നദീപ്രവാഹം പോലാണ് ജീവിതം, ചില മക്കൾ പറയും ഒരു നീണ്ട യാത്ര പോലാണ് ജീവിതം, ചില മക്കൾ പറയും സ്വപ്നം പോലാണ് ജീവിതം. ഇങ്ങനെ ജീവിതത്തിന് പലരും പലതരത്തിലുള്ള അർത്ഥവും വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. എന്നാൽ വിനയമാണ് ജീവിതം, ക്ഷമയാണ് ജീവിതം, സഹനമാണ് ജീവിതം, ത്യാഗമാണ് ജീവിതം, വിശാല മനസ്സാണ് ജീവിതം എന്ന് പറയുന്നത് അപൂർവമായി മാത്രമേ നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മനുഷ്യനെ ചെറിയ ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ സാധിക്കാത്ത നിഗൂഢയാണ് ജീവിതം. യഥാർത്ഥത്തിൽ ജീവിതം അനന്തമാണ്. അതാണ് ഋഷീശ്വരന്മാർ സത്യമെന്ന് വിളിച്ചത്. മനസ്സുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്ത അനന്തതയാണ് ജീവിതത്തിൻ്റെ അർത്ഥം വ്യാപ്തി. അതുമായി ശ്രുതികൾക്കാനും പൊരുത്തപ്പെടാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. ആധ്യാത്മികമാണെങ്കിലും ഭൗതികമാണെങ്കിലും ലോകജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വേണമെങ്കിൽ ഈ ശ്രുതി ചേർക്കൽ ആവശ്യമാണ്. അതിനെന്താണ് മാർഗം? നമ്മുടെ അഹംഭാവം കുറയ്ക്കുക, പിന്നെ എളിമ ശീലിക്കുക, സ്നേഹം എടുക്കാനും പിടിച്ചു പറ്റാനും മാത്രമാണ് ഉള്ള ചിന്താഗതി മാറ്റുക, ഉള്ളിലെ സ്നേഹത്തെ ഉറവ കണ്ടെത്തുക, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, അങ്ങനെ ത്യാഗവും നിസ്വാർത്ഥവും വളർത്തുക. ഈ വിധത്തിൽ ശ്രുതി ചേർക്കുമ്പോൾ ജീവിതം സുന്ദരവും ശ്രുതിമധുരമായ ഒരു സംഗീതം പോലെ നമുക്കും മറ്റുള്ളവർക്കും സുഖകരമായ അനുഭവമായി തീരും. അമ്മയെ മാതൃത്വത്തിന്റെ പ്രതീകമായാണ് കാണുന്നതെന്ന് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ. അമ്മയുടെ ആധ്യാത്മിക പ്രഭാഷണം കേട്ട് ജീവിതത്തിൽ വളരെയേറെ അനുഭവം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അമ്മയെ ഇവിടെ വന്ന് കാണാനായത് വലിയ ആശ്വാസകരമാണെന്നും ജോർജ് ഓണക്കൂർ പറഞ്ഞു. എനിക്ക് അമ്മയുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ട് വലിയ ഒരു അനുഭവം സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് വലിയൊരു ആനന്ദം ആണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ,
വലിയ ആനന്ദമാണ് അമ്മ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മാതാ അമൃതാനന്ദമയി ദേവി എന്നെ സംബന്ധിച്ചിടത്തോളം മാതൃത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. മക്കളെ പോലെ നമ്മളെല്ലാം ചേർത്ത് പിടിക്കുന്ന ആ വലിയ അമ്മ തീർച്ചയായും അനുഗ്രഹം ചൊരിയുന്നു നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് എത്ര ആശ്വാസകരമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. അമ്മയെ ഇവിടെ വെച്ച് കാണാൻ, ആ അനുഗ്രഹം പ്രാപിക്കാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അമ്മയുടെ ആശ്ലേഷത്തിൽ പകുതി ദുഃഖങ്ങളും അപ്പോൾ തന്നെ മാറുമെന്ന് പറയുകയാണ് പത്മശ്രീ കെ ഓമനക്കുട്ടി. സ്നേഹം തീരെ ഇല്ലാതായിരിക്കുന്ന ഈ ലോകത്ത് അമ്മ നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ ആ സ്നേഹം വീണ്ടും നമുക്ക് ലഭിക്കുന്നുവെന്നും അമ്മയുടെ ദർശനം ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതുന്നുവെന്നും കെ ഓമനക്കുട്ടി പറഞ്ഞു. അമ്മയുടെ ഒരു വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ ഹഗ്ഗിങ്. അത് നമ്മളെ ഹഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പകുതി ദുഃഖങ്ങളും മാറുന്നതായിട്ട് അനുഭവപ്പെടും. സ്നേഹം, അഫെക്ഷൻ, അതിപ്പോൾ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കാലത്ത് അമ്മ ഹഗ് ചെയ്യുമ്പോൾ തന്നെ ആ സ്നേഹം നമ്മൾക്ക് ലഭിക്കുകയാണ്. ആ പഴയ ഹഗ്ഗിങ് തന്നെ ഇപ്പോഴും എനിക്ക് ലഭിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ നീക്കം സർവനാശത്തിനെന്നും കേരളത്തെ മദ്യത്തിൽ മുക്കുമെന്നും മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡേഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കോഴഞ്ചേരി പമ്പ മണൽപ്പുറത്ത് 130ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർത്തോമാ മെത്രാപ്പൊലീത്ത. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കാണ് പമ്പ മണപ്പുറത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ വിദേശത്തു നിന്നുൾപ്പെടെയുള്ള സുവിശേഷകർ പങ്കെടുക്കും. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ നീക്കം സർവനാശത്തിനെന്നും മദ്യത്തിൽ മുങ്ങിയ കേരളത്തെ വീണ്ടും ലഹരിയിലാഴ്ത്താൻ കാരണമാകുന്ന നീക്കമാണിതെന്നും മാർത്തോമാ സഭാധ്യക്ഷൻ പറഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുക മാത്രമാകരുത് ഭരണകൂട ലക്ഷ്യം. ഭരണ നേതൃത്വം മനുഷ്യത്വം മറന്നാൽ നാട് ഇല്ലാതാകുമെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. സർക്കാരിൻ്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? മലയാളിയുടെ മാനസികാരോഗ്യം തകർക്കുന്നതിൽ മദ്യവും മയക്കുമരുന്നുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പാലക്കാട്ടെ ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മളുടെ ഉത്കണ്ഠ. ലഹരിക്ക് എതിരായ പോരാട്ടങ്ങളിൽ ഇതര സമുദായങ്ങളുമായി കൈകോർക്കുവാൻ നമുക്കിടയാവണം. കുട്ടികളെയും യുവാക്കളെയും ധർമ്മബോധത്തിൽ വളർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ലഹരിക്കെതിരായ പോരാട്ടം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിലെ സ്നേഹ അന്തരീക്ഷങ്ങളിലെന്നും RSS സർസംഘചാലക് മോഹൻ ഭഗത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ പറഞ്ഞ വാക്കുകൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് പുറമെ മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കൺവെൻഷൻ നടത്തുന്നത്. ഒരേ സമയം 1 ലക്ഷത്തോളം ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഓലപ്പന്തലാണ് കൺവെൻഷൻ നഗറിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. 15ാമത് യാംബോ പുഷ്പമേള പുരോഗമിക്കുന്നു. യാംബോ പുഷ്പമേള ഒരു അത്ഭുത കാഴ്ചയാണ്. മേളയിൽ ആകർഷകമായ പുഷ്പാലങ്കാരങ്ങൾ കൂടാതെ നിരവധി വിനോദ പരിപാടികളും ഉണ്ടായിരിക്കും. ജനുവരി 29 ആരംഭിച്ച പുഷ്പമേള ഫെബ്രുവരി 27 വരെ നീണ്ടു നിൽക്കും. യാംബോവിൽ പുഷ്പമേളയ്ക്ക് പുറമെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളതാണ് സന്ദർശകരെ ആകർഷിക്കുന്നത്. സൗദി അറേബ്യയുടെ മദീന പ്രവിശ്യയിൽ ചെങ്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യാംബോവിലെ അൽ മുനാസബത്ത് ഉദ്യാനത്തിലാണ് 15ാമത് യാംബോ പുഷ്പമേള നടക്കുന്നത്. യാംബോവിൽ പുഷ്പമേളയ്ക്ക് പുറമെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകൻ അനീസുദ്ദീൻ. 15ാമത് യാംബോ പുഷ്പമേള വളരെ കെങ്കേമമായി നടക്കുകയാണ്. അതിന്റെ വെടിക്കെട്ട് ആരവങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. പരിസര പ്രദേശങ്ങളിലുള്ള ധാരാളം ഉല്ലാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കൂടി കഴിയുന്നു എന്നതാണ് യാംബോ പുഷ്പമേളയിൽ എത്തുന്ന ഓരോ സന്ദർശകരെയും പ്രത്യേകം ആകർഷിക്കുന്നത്. സൗദിയിലെ വാരാന്ത്യ ദിനങ്ങളിലെ ഒഴിവു ദിനങ്ങൾ ഉത്സവമാക്കാൻ മലയാളികൾ അടക്കമുള്ള സ്വദേശികളും വിദേശികളും കുട്ടികളും കുടുംബവുമായി സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നും സമീപ രാജ്യങ്ങളിൽ നിന്നും ആയിരങ്ങൾ ഫ്ലവർ ഷോയിൽ ഒഴുകിയെത്തുകയാണ്.
സന്ദർശകർ വാഹനത്തിലും വിവിധ പാർക്കുകളിലും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും പാട്ടുപാടിയും യാത്രക്ക് ഇരട്ടി മധുരം സമ്മാനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പപരവതാനി എന്ന റെക്കോർഡ് സ്വന്തമാക്കാറുള്ള യാംബോ ഫ്ലവർ ഷോ പലതവണ ഗിന്നസിൽ ഇടം നേടിയിട്ടുണ്ട്. ഓരോ വർഷവും പുതുതായി വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തി അധികൃതർ ഫ്ലവർ ഷോ ആകർഷകമാക്കുന്നു. ഈ പ്രാവശ്യം സംസാരിക്കുന്ന മരവും പായ് വസ്തുക്കളുടെ പാർക്കും ഏറെ ശ്രദ്ധിക്കപ്പെടും. മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ അവസരമുണ്ടായതായി സെലിൻ ബാബു, മിനിമോൾ ബാബു എന്നിവർ വ്യക്തമാക്കി. ഹായ്, ഞാൻ കെൻസ് ഇന്റർനാഷണൽ സ്കൂൾ യാംബുവിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്ലവർ ഷോയിലാണ്. അതിൽ ഞാൻ ചെയ്ത റീസൈക്കിൾഡ് പ്രൊജക്റ്റ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ ഫ്ലവർ ഫെസ്റ്റിവൽ വിദേശികളായ നമുക്കും ഒരു അവസരം റീസൈക്കിൾഡ് ഐറ്റംസ് യൂസ് ചെയ്തിട്ട് വിവിധ പ്രൊജക്റ്റുകൾ ഫോറസ്റ്റ് ബേസ്ഡ്, അതുപോലെ RC ബേസ്ഡ്, അതുപോലെ വാട്ടർ ബേസ്ഡ്, അങ്ങനെ പ്രൊജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാനും അതിവിടെ പ്രദർശിപ്പിക്കാനും കിട്ടിയ ഒരു അവസരം. സന്ദർശകർക്ക് വെടിക്കെട്ടടക്കമുള്ള മനോഹരമായ ദൃശ്യവിരുന്ന് നൽകുന്നതിന് പുറമെ പരിസ്ഥിതിയെക്കുറിച്ചും ബോധവൽക്കരണം നടത്താൻ ഇത്തരം മേളകളിലൂടെ ലക്ഷ്യമിടുന്നതായി അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നു. 15ാമത് യാംബോ ഫ്ലവർ ഷോയിൽ നിന്ന് സുൽഫിഖ്രോദായ്, അമൃത ന്യൂസ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു. 31 മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദേശീയ ഗെയിംസിൽ കേരളത്തിന് വീണ്ടും സ്വർണം. ഡെക്കാത്ലൺ ഇനത്തിൽ കേരളത്തിന്റെ തൗഫീഖിനാണ് സ്വർണം. കേരളത്തിന്റെ 11ാം സ്വർണമാണിത്. 11 വെള്ളിയും 17 വെങ്കലവുമുള്ള കേരളം 10ാം സ്ഥാനത്ത് തുടരുകയാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.